നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രിയുടെ നിർണായക കൂടിക്കാഴ്ച. പഹൽഗാമിൽ ഭീകരരുമായി ഏറ്റുമുട്ടി സുരക്ഷാസേന. ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള 15 ലഷ്കർ ഇ തൈബ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് NIA. നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ പാക് സൈന്യത്തിന്റെ വെടിവയ്പ്. തിരിച്ചടിച്ച് ഭാരതം. പാകിസ്ഥാനിൽ നിന്നുള്ള 16 യൂട്യൂബ് ചാനലുകൾ നിരോധിച്ച് ഭാരതം. നിരോധനം ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് തുടങ്ങി മുൻനിര പാക് മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ. വീടിന് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്നെന്ന് ശോഭാ സുരേന്ദ്രൻ. സ്ഫോടനത്തെ മാലപ്പടക്കമാക്കാൻ പോലീസ് ശ്രമം. സംഭവത്തിൽ ദുരൂഹത. സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷ. പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച് ചൈന. പഹൽഗാമിൽ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി. ചൈന പിന്തുണയ്ക്കുന്നത് ഭീകരവാദത്തെയെന്ന് ഭാരതം. വിഴിഞ്ഞം തുറമുഖത്ത് മുഖ്യമന്ത്രിയുടെ സകുടുംബ സന്ദർശനം വിവാദത്തിൽ. ഔദ്യോഗിക സന്ദർശനത്തിൽ കുടുംബാംഗങ്ങളും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ പിണറായിയുടെ ഭാര്യയും മകളും ചെറുമകനും. തലസ്ഥാനത്ത് വ്യാജ ബോംബ് ഭീഷണി തുടരുന്നു. കമ്മീഷണറുടെ ഇമെയിലിൽ ബോംബ് ഭീഷണി സന്ദേശം ഇന്നെത്തിയത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിന് നേരെ. ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും ബോംബ് ഭീഷണി. വട്ടം കറങ്ങി ബോംബ് സ്ക്വാഡ്. കൊച്ചിയിലെ സിനിമാ സങ്കേതങ്ങളിലേക്ക് ലഹരി പരിശോധന വ്യാപിപ്പിക്കുമെന്ന് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെ ആലപ്പുഴയിൽ ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ മോഡലായ സൗമ്യയ്ക്കും എക്സൈസ് നോട്ടീസ്. ബിഗ് ബോസ് താരം ജിൻഡോ നാളെ ഹാജരാകണം. സംവിധായകൻ സമീർ താഹിറിന് സമൻസ് ഉടൻ. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. മലപ്പുറത്ത് തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിക്ക് പേ വിഷബാധ. പെൺകുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ. പേ വിഷബാധ സ്ഥിരീകരിച്ചത് വാക്സിൻ എടുത്ത് 1 മാസം എത്തുമ്പോൾ. സമയത്ത് 8 UPA മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു. ആ 10 കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാ? VD സതീശന് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ. UPA കാലത്തെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്, അല്ലാതെ തന്റെ വേഷവും ഭാഷയുമല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണ വിഷയത്തിൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ പാകിസ്ഥാനിൽ നിന്നുള്ള 16 യൂട്യൂബ് ചാനലുകൾ ഭാരതത്തിൽ നിരോധിച്ചു. ഡോൺ ന്യൂസ്, ജിയോ ന്യൂസ് തുടങ്ങി മുൻനിര പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയാണ് നിരോധിച്ചത്. രാവിലെ 11 മണിക്ക് 7 ലോ കല്യാൺ മാർഗിൽ എത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. പഹൽഗാമിന് ശേഷം ജമ്മു കശ്മീരിൽ തുടരുന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന വെടിനിർത്തൽ കരാർ ലംഘനവും സൈന്യം നടത്തുന്ന പ്രത്യാക്രമണവും ചർച്ചയായി. രാവിലെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു. അതിനിടെ പാകിസ്ഥാനെതിരായ നടപടികൾ കേന്ദ്ര സർക്കാർ തുടരുകയാണ്. പാകിസ്ഥാനിലെ മുൻനിര മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഭാരതത്തിൽ നിരോധിച്ചു. ജിയോ TV, ഡോൺ ഉൾപ്പെടെ 16 യൂട്യൂബ് ചാനലുകളാണ് IB മന്ത്രാലയം നിരോധിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ ചാനലുകൾ നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണം കണക്കിലെടുത്താണ് നടപടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ചാനലുകൾ നിരോധിച്ചത്. ജനം, ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള
15 ലഷ്കർ-ഇ-തൈബ ഭീകരവാദികളെ NIA അറസ്റ്റ് ചെയ്തു. ഭീകരാക്രമണം നടന്ന ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ ഈ 15 പേരും ഉണ്ടായിരുന്നതായും ആക്രമണം നടത്തിയ 4 ഭീകരർക്ക് ആയുധങ്ങളും പിന്തുണയും നൽകിയത് ഇവരാണെന്നും കണ്ടെത്തി. ഇവരുടെ ഫോണുകൾ പെഹൽഗാമിൽ ആക്റ്റീവായിരുന്നുവെന്നും NIA കണ്ടെത്തി. അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനവും തുടരുകയാണ്. കുപ്വാര, പൂഞ്ച് സെക്ടറുകളിലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിവെച്ചു. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI കേസിൽ FIRന്റെ പകർപ്പ് പുറത്ത്. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളാണ് എബ്രഹാമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 12 വർഷത്തെ സ്വത്ത് വിവരങ്ങളാണ് CBI അന്വേഷിക്കുന്നത്. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരായ CBI കേസിലുള്ള FIRന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണ് FIRന്റെ ഉള്ളടക്കം? രോഹിണി, ഈ മാസം 24-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള KM എബ്രഹാമിനെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൊച്ചി CBI യൂണിറ്റ് കടന്നത്. ഇതിന്റെ FIRന്റെ പകർപ്പാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ 13(2) തൊട്ട് 13(1) ഈ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 12 വർഷക്കാലത്തെ സ്വത്ത് വിവരങ്ങളാണ് നിലവിൽ അന്വേഷണ വിധേയമാക്കിയിട്ടുള്ളത്. അതായത് 2003 ജനുവരി മാസം മുതൽ 2015 ഡിസംബർ മാസം വരെയുള്ള KM എബ്രഹാമിന്റെ സ്വത്ത് വിവരങ്ങൾ, അത് എങ്ങനെ നേടി, അതിലെ എത്ര വർധനവുണ്ടായി തുടങ്ങിയ കാര്യങ്ങളാണ് CBIയുടെ അന്വേഷണ പരിധിയിൽ ഉണ്ടാകുക. നേരത്തെ ഇവയൊന്നും തന്നെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് ഹൈക്കോടതി വിമർശന രൂപേണ പരാമർശം നടത്തിയിരുന്നതാണ്. അതായത് 2014-15 കാലഘട്ടത്തെ സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി ഉത്തരവിൽ വിജിലൻസിന് നേരെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ഉത്തരവിൽ പ്രഥമ ദൃഷ്ട്യാ എബ്രഹാമിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉണ്ടെന്നുള്ള പരാമർശമുണ്ടായിരുന്നു. അക്കാര്യവും CBI FIRൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊല്ലം കടപ്പാക്കടയിലെ 8 കോടി രൂപ വില വരുന്ന എബ്രഹാമിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം അടക്കം CBIയുടെ അന്വേഷണ പരിധിയിൽ വരും. ഇതും നേരത്തെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതായത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഘട്ടത്തിൽ പണം കൈമാറ്റം ഏത് വിധത്തിലായിരുന്നു, ആ പണത്തിന്റെ സോഴ്സ്, അത് മാത്രമല്ല അതിനുശേഷം ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമുള്ള വരുമാനം, ഇതടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസിന്റെ പരിധിയിൽ എന്തുകൊണ്ട് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് CBI ഈ ഒരു വിഷയങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസിനെതിരായിട്ട് വ്യാപകമായി വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. കാരണം പ്രാഥമികമായിട്ടുള്ള അന്വേഷണം വിജിലൻസ് നടത്തിയത് എബ്രഹാമിന്റെ തന്നെ സ്വാധീനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിവുള്ള കേസിൽ വിജിലൻസ് ഒരു അലംഭാവം കാട്ടി എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി CBI യൂണിറ്റ് തന്നെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. എന്തായാലും നിലവിൽ എബ്രഹാമിന്റെ 12 വർഷ കാലഘട്ടത്തെ സ്വത്ത് വിവരങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് CBI അന്വേഷിക്കുക. ഒപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാന സ്രോതസ്, അതിന്റെ നിർമ്മാണം ഏത് വിധത്തിലായിരുന്നു, മറ്റ് ആഡംബര ഫ്ളാറ്റുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം എബ്രഹാമിന് ആഡംബര ഫ്ളാറ്റ് ഉണ്ട്, അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇതടക്കം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും CBIയുടെ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. വിജിലൻസിനേറ്റ കനത്ത തിരിച്ചടിയാണ് KM എബ്രഹാമിനെതിരെയുള്ള CBI അന്വേഷണമെന്ന് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ. അന്വേഷണം തടസ്സപ്പെടുത്താൻ പല ശ്രമങ്ങളും ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന അധികാരം KM എബ്രഹാം ദുരുപയോഗം ചെയ്തതായും ജോമോൻ പുത്തൻപുരയ്ക്കൽ ആരോപിച്ചു. 600 പേജുള്ള FIR ഞെട്ടിച്ചുവെന്നും ജോമോൻ കൊച്ചിയിൽ പറഞ്ഞു. ഒരു FIR ഇട്ടപ്പോൾ FIRനോടൊപ്പമുള്ള CBI റിപ്പോർട്ട് 600 പേജ് എന്ന് പറയാൻ എന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ KM എബ്രഹാം അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 2015 ഈ വരവിൽ കഴിഞ്ഞ് സ്വത്ത് സമ്പാദിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളത്. 2003 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിലെ ചെക്ക് പീരീഡാണ് ഇപ്പോൾ CBI ഇട്ടിരിക്കുന്നത്. FIR ഇടാതെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് ആ വിജിലൻസിൻ്റെ ഈ കേസ് അട്ടിമറിക്കാൻ, CBI അന്വേഷണം മുന്നോട്ട് പോകാതെ FIR ഇടാതെ അട്ടിമറിക്കാൻ ശ്രമിച്ച ശ്രമത്തെയാണിപ്പോൾ എൻ്റെ പരാതിയിൽ മേൽ 5 പേജ് വരുന്ന പരാതിയിൽ മേൽ CBI FIR ഇട്ട് ഈ കേസിൻ്റെ മുഴുവൻ
ഹൈക്കോടതിയിൽ കൊടുത്തുള്ള രേഖകളും ജഡ്ജ്മെൻറ്റും ഹൈക്കോടതി 74 പേജ് വരുന്ന ഉത്തരവാണ് ഈ CBI അന്വേഷിക്കുന്നതിൻ്റെ കാര്യകാരണ സഹിതമുള്ള വിവരങ്ങൾ പറഞ്ഞത്. അപ്പം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ CBI FIR ഇട്ടിരിക്കുന്നത്. തന്റെ വീടിന് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. സ്ഫോടനം മാലപ്പടക്കം പൊട്ടിയതാക്കി മാറ്റാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ആരോപിച്ചു. സ്ഫോടനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടു. എനിക്ക് കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തുള്ളത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ആയതുകൊണ്ടും ഇവിടുത്തെ ACPക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം കാലങ്ങളായി എന്നോടുള്ളത് കൊണ്ടും ആ ACP താഴ്ന്ന ചുമതലയിൽ പ്രവർത്തിക്കുന്ന സമയം മുതൽ എന്നോട് പ്രത്യേകമായിട്ട് വളരെ സ്നേഹം ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ടും ഈ കേസ് മാലപ്പടക്കം പോലും ആവില്ല, ഓലപ്പടക്കം പോലും ആവില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടുന്നില്ല. ഞാനങ്ങനെ ബ്രണ്ണൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, വടിവാളിനിടയിലൂടെയൊന്നും നടന്നു നീങ്ങിയിട്ടില്ല. പക്ഷേ നല്ല തൻ്റെ ഇടവും നല്ല ധൈര്യവും പിന്നെ ഇത്ര കാലം എന്നൊന്നും നമ്മൾ എവിടെയും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുമില്ല എന്നുള്ളത് കൊണ്ട് എനിക്കിനി തൃശ്ശൂരിലെ പോലീസിന്റെ ഒരു സഹായത്തിന്റെയും ആവശ്യമില്ല. കൂട്ടുകാർ ചേർന്ന് അവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ അവർ എല്ലാവരും ഒരുമിച്ച് 2 വീടപ്പുറത്തുള്ള നിങ്ങൾ പരിശോധിക്കണം, ഒരു അരയാലുണ്ട്, അവിടെ ധാരാളം സ്പേസ് ഉണ്ട്. അവർ ഒരുമിച്ച് ബാക്കി വന്ന പടക്കം പൊട്ടിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവർക്ക് പടക്കം പൊട്ടിക്കാമല്ലോ. അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ നിന്ന് പൊട്ടിക്കാമല്ലോ. അപ്പൊ മാലപ്പടക്കമാക്കി പോലീസിന്റെ സംരക്ഷണ കവചം അത് ശോഭാ സുരേന്ദ്രൻ ഉള്ളതല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോലീസ് അധികാരികൾ വ്യവഹരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. പൊട്ടിയത് മാലപ്പടക്കമല്ല. അതുകൊണ്ട് അതിന്റെ വിഷ്വൽ അത് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഒന്ന് കാണിക്കാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി സാനു K. സജീവ് ചേരുന്നു. സാനു, തന്റെ വീടിന് മുന്നിലുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തി എന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണം. അതിനുതകുന്ന ചില ചോദ്യങ്ങളും ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കഴിഞ്ഞ വെള്ളിയാഴ്ച 10:43 കൂടിയാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ തൃശ്ശൂരിലെ വീടിന് നേരെ ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് വീടിന് തൊട്ടു മുന്നിലുള്ള മറ്റൊരു വീടിന്റെ ഗേറ്റിന് മുന്നിലേക്കാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 അംഗ സംഘം സ്ഫോടക വസ്തു വലിച്ചെറിയുന്നത്. ഇതിനെ തുടർന്ന് സംഭവം BJPയുടെ ജില്ലാ കമ്മിറ്റി അടക്കം അറിയിച്ചതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു. തൃശ്ശൂരിലെ ACPയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘം ഇതിന് തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ വീട്ടിലടക്കമെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പരിശോധനയ്ക്കപ്പുറം ആ രാത്രി മറ്റൊരു നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. തുടർന്ന് പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച രാവിലെ BJPയുടെ ഭാഗത്തു നിന്നും വലിയൊരു ആരോപണങ്ങൾ, അതായത് പോലീസ് ഇരകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നതടക്കമുള്ള വലിയ ആരോപണം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലും അതേപോലെ തന്നെ ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളിലടക്കം സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഉന്നതതല സംഘത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് നിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ കേസ് അന്വേഷണത്തിന് വേണ്ടി ഈ ആരോപണം, അതായത് ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ച ACP തന്നെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അന്വേഷണത്തിനൊടുവിൽ, അതായത് ശനിയാഴ്ച രാവിലെ അന്വേഷണം ഏൽപ്പിക്കുന്നു, ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. ഇത് പൊട്ടിയത് സ്ഫോടക വസ്തുവൊന്നുമല്ല, സാധാരണ നാട്ടുംപുറങ്ങളിൽ പൊട്ടിക്കുന്ന ചെറിയ പടക്കമാണെന്നുള്ള നിലയിലേക്ക് പോലീസ് കാര്യങ്ങളെ എത്തിക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ സ്ഫോടനം നടത്തിയതിന്റെ, ഈ സ്ഫോടക വസ്തു എറിയുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിടുകയുണ്ടായി. അതായത് ബൈക്കിൽ എത്തുന്ന 2 അംഗ സംഘം ഈ സ്ഫോടക വസ്തു ശോഭാ സുരേന്ദ്രന്റെ വീടെന്ന് കരുതിക്കൊണ്ട് മറ്റൊരു വീടിന് നേരെ, അതായത് അതിന് തൊട്ടു മുന്നിലുള്ള വീട്ടിലേക്ക് വലിച്ചെറിയുന്ന CCTV ദൃശ്യങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണവും
ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അതേപോലെ തന്നെ പോലീസ് ഈ കേസ് മനഃപൂർവ്വം അട്ടിമറിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമാകുന്നത് ബൈക്കിലെത്തുന്ന സംഘം ഈ സ്ഫോടക വസ്തു കത്തിച്ച് ഈ വീടിന് മുന്നിലേക്ക് വലിച്ചെറിയുകയും ഇത് പൊട്ടിയതിന് തൊട്ടു പിന്നാലെ ഇവർ ബൈക്കിൽ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഈ നമ്മൾക്ക് CCTV ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് എത്തി ഈ ശോഭാ സുരേന്ദ്രന്റെ അയൽവാസികളിൽ നിന്ന് അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത് അന്നേ ദിവസം, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാറുകളും, അതായത് അപരിചിതമായിട്ടുള്ള കാറുകളും അതേപോലെ തന്നെ ചില ആൾക്കാരെയും ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം കണ്ടതായിട്ടും ചില ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവർ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുൻഭാഗത്തടക്കം തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തൽ പോലീസിനോട് നടത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല. ഈ അന്വേഷണ സംഘം എത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധൃതിയിൽ, അതായത് പൊട്ടിത്തെറിച്ചത് വെറും പടക്കം, നാട്ടിൻപുറങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന പടക്കമാണെന്നുള്ള നിലയിലേക്ക് കണ്ടെത്തൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, ശോഭാ സുരേന്ദ്രൻ പുറത്തു വിട്ടതിന് പിന്നാലെ നമ്മൾ പോലീസിനെ ബന്ധപ്പെടാനടക്കം ശ്രമിച്ചെങ്കിലും ഇതിൽ കൂടുതൽ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ പോലീസ് എന്തായാലും തയ്യാറായിട്ടില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ തനിക്ക് വിശ്വാസമില്ല, തന്റെ പ്രവർത്തകരിലാണ് വിശ്വാസം, ഇത്തരം ചെപ്പടി വിദ്യകൾ കൊണ്ടൊന്നും തന്നെ പേടിപ്പിക്കാനാവില്ലെന്നടക്കമുള്ള ഒരു ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങളും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചു. അതായത് VD സതീശൻ കോൺഗ്രസിനുള്ളിൽ ഭീകരവാദ മുനമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും, അതേപോലെ MA ബേബി, അതായത് കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമാണ് എടുത്തു കളഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തിന് വഴിവെച്ചതെന്ന് MA ബേബിയും ആരോപിക്കുന്നു. അന്നപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിലൊരു കാര്യം വ്യക്തമാക്കണം, നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്, ഇന്ത്യക്കൊപ്പമാണോ നിൽക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി. രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലേക്കുമാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത്. ഉച്ചയ്ക്ക് 2:30 ബോംബ് പൊട്ടിത്തെറിക്കും എന്നാണ് സന്ദേശം. മുഖ്യമന്ത്രിയെയും ഗവർണറെയും വധിക്കുമെന്നും സന്ദേശത്തിൽ ഭീഷണിയുണ്ട്. രാജ്ഭവന് മുന്നിൽ നിന്നും S. ശാലിനി ചേരുന്നു. ശാലിനി, തലസ്ഥാനത്ത് ബോംബ് ഭീഷണിയുടെ ഒരു നിര തന്നെയായിരുന്നു ഇന്ന്. പക്ഷേ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തതാണ് ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്, അല്ലേ? രോഹിണി, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിൽ ഇത് 12ാം തവണയാണ് തലസ്ഥാന ജില്ലയിലെ വിവിധ ഹോട്ടലുകളിലും ഒപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണി സന്ദേശം എത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ 12 തവണയിൽ ഇത് ആദ്യമായിട്ടാണ് രാജ്ഭവന് നേരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിന് നേരെയും ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് നേരെയും ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തുകയും ചെയ്യുന്നത്. അബ്ദുൾ അരുളാപ്പദാസ് എന്ന് പറയുന്ന ഇമെയിൽ ID-യിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം ഈ 4 ഇടങ്ങളിലേക്കും ഇന്ന് എത്തിയിട്ടുള്ളത്. ഒന്ന് രാജ്ഭവനിലേക്കാണ്, ഗവർണറെ വധിക്കുമെന്നതടക്കമുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇമെയിൽ സന്ദേശം എത്തിയിട്ടുള്ളത്. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിലേക്കാണ്. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2:30 ബോംബ് പൊട്ടിത്തെറിക്കും, ഒരു മനുഷ്യ ബോംബിന് സമാനമായ രീതിയിൽ ബോംബ് പൊട്ടിത്തെറിക്കും എന്നുള്ളതായിരുന്നു ആ ഒരു സന്ദേശം. കൂടാതെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി, ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലാണ്. ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ നിന്നാണ്. ഇവിടെയും പോലീസിന്റെ സുരക്ഷ അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്കും ആ വ്യാജ സന്ദേശം എത്തിയിരിക്കുകയാണ്. കൂടാതെ തലസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഗതാഗത കമ്മീഷണർ ഓഫീസിലേക്കും ഈ ഒരു ഇമെയിൽ സന്ദേശം എത്തിയിട്ടുമുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലൊരു സന്ദേശം എത്തുന്നത് പോലീസിനെയും ഒപ്പം തന്നെ ഈ സംവിധാനങ്ങളെയും പറ്റിക്കാനാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. പക്ഷേ സൈബർ പോലീസിനടക്കം ഇതിന്റെ ഒരു സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നത്. മാത്രമല്ല, ഇനി 4 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാന ജില്ലയിലേക്ക് എത്താൻ പോകുന്നത്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ SPGയും NSG അടക്കം വിലയിരുത്തുകയും പുരോഗമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയാണ്. വിഴിഞ്ഞം അടക്കമുള്ള കേന്ദ്രത്തിലേക്ക് സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ പോലീസിനെയും റോസ്കോഡിനെയൊക്കെ വിന്യസിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ഇടവിട്ട ദിവസങ്ങളിൽ ഈ ഒരു വ്യാജ സന്ദേശം എത്തുന്നത്. വ്യാജമാണോ അതോ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മോട്ടീവ് വെച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നത് എന്നത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പക്ഷേ പോലീസിനും സൈബറിനും അതിനൊരു ഉറവിടം കണ്ടെത്താൻ സാധിക്കില്ല. ഇന്ന് വന്ന ഇമെയിൽ സന്ദേശം അബ്ദുൾ അരുൾ അപ്പദാസ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ ID-യിൽ നിന്നാണ്. പക്ഷേ ആ ഇമെയിൽ ID ഫേക്ക് ആണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ്
പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നിരീക്ഷണം പരിശോധനയൊക്കെ തന്നെ ശക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്താനിരിക്കുന്ന അടുത്ത ദിവസമാണ്. ആ ഒരു അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു വ്യാജ സന്ദേശമാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു സന്ദേശമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്നാലും പോലീസിന് ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ഇന്റലിജൻസിന് അടക്കം വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാക് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയിലാണ് രാജ്യം കടന്നു പോകുന്നത്. അതിനിടയിലാണ് തലസ്ഥാന ജില്ലയിൽ മാത്രം നിരന്തരമായി ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നത്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം വിമാനത്താവളം, തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലടക്കം ട്രെയിനിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ഭീഷണി വന്നിരുന്നു. അന്നും തെലങ്കാന സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരുന്നു ആ ഒരു സന്ദേശം വന്നത്. പക്ഷേ അതിന് പിന്നാലെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു സന്ദേശങ്ങളുടെയും ഉറവിടം കൃത്യമായി കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും നിലവിൽ സാഹചര്യം ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഇടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെയും ഒപ്പം തന്നെ ഡോസ്കോഡിന്റെ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് രാജ്ഭവനിലെത്തിയിട്ടുള്ള K9ന്റെ ഡോസ്കോഡ് പരിശോധന പൂർത്തിയാക്കി മടങ്ങിയത്. സമാനമായി തന്നെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലും ക്ലിഫ് ഹൗസിലും ഗതാഗത കമ്മീഷൻ ഓഫീസിലും നിലവിലെ സാഹചര്യത്തിൽ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. രോഹിണി. ശരി ശാലിനി, തലസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി. രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലേക്കുമാണ് ഇമെയിൽ സന്ദേശം ലഭിച്ചത്. ഉച്ചയ്ക്ക് 2:30 ബോംബ് പൊട്ടിത്തെറിക്കുമെന്നാണ് സന്ദേശം. മുഖ്യമന്ത്രിയെയും ഗവർണറെയും വധിക്കുമെന്നും സന്ദേശത്തിൽ ഭീഷണിയുണ്ട്. രാജ്ഭവന് മുന്നിൽ നിന്ന് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. RDX അധിഷ്ഠിത സ്ഫോടക വസ്തു സിയാലിൽ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാവരെയും ഒഴിപ്പിക്കുക എന്നതായിരുന്നു സന്ദേശം. വ്യാജ സന്ദേശം സംബന്ധിച്ച് പോലീസിൽ സിയാൽ അധികൃതർ പരാതി നൽകി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ബോംബ് ഭീഷണി സന്ദേശം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളം. എന്തായാലും ഇപ്പോൾ തലസ്ഥാനത്ത് ഒരു നീണ്ട നിര തന്നെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ്. ഉറവിടം കണ്ടെത്താനാകുന്നില്ല എന്നുള്ള ഗൗരവതരമായൊരു സ്വഭാവമുണ്ട്. പക്ഷേ ലാഘവത്തോടുകൂടി സമീപിക്കാനും കഴിയില്ല. കാരണം രാജ്യം ഒന്നാകെ അതീവ ജാഗ്രതയിലാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എല്ലാം ഓടിച്ചെന്ന് പരിശോധന നടത്തി അത് പൂർത്തിയാക്കുകയല്ലേ വഴിയുള്ളൂ. രോഹിണി, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ 7:53 അച്ചിമുത്തു എന്ന പേരോട് കൂടിയ ഒരു ഇമെയിലിൽ നിന്നും ഇത്തരത്തിൽ സന്ദേശം വന്നു. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ RDX അധിഷ്ഠിത സ്ഫോടക വസ്തു രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും 2 മണിക്ക് മുമ്പ് ഇവിടുന്ന് ആൾക്കാരെ എല്ലാം ഒഴിപ്പിക്കണമെന്നുമായിരുന്നു ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഇത് സിയാലിന്റെ PROയുടെ മെയിലിലേക്കാണ് ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CISF അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളിലൂടെ 9 മണിക്ക് മുമ്പ് തന്നെ ഇത് വ്യാജ സന്ദേശമാണെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന ഒരു അനുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തുതന്നെയായാലും നിരന്തരം കേരളത്തിലുടനീളം കളക്ടറേറ്റുകളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എല്ലാം ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വരുമ്പോൾ അത് ആരാണ് അയക്കുന്നതെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ സിയാലും ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ സന്ദേശം വന്നതുമായി ബന്ധപ്പെട്ട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നത് ആരെ അത് കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുമുള്ള പരാതികളാണ് നൽകിയിട്ടുള്ളതും. ഇവിടെ ഇപ്പോൾ ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ല എന്ന ഒരു അറിയിപ്പ് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളതും. രോഹിണി. ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് 7 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. വേടനടക്കം 9 അംഗ സംഘത്തെ പിടികൂടി. അതേസമയം ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. റാപ്പർ വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നുമാണ് 7 ഗ്രാം കഞ്ചാവ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. 9 അംഗ സംഘം, അതായത് വേടനൊപ്പം തന്നെ 9 അംഗ സംഘം ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഒപ്പം തന്നെ ഈ നിലവിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികളായിരിക്കും ഡാൻസ് ഓഫ് സംഘത്തിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ
ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ സമയത്ത് ഇവിടെ 9 പേര് ഉണ്ടായിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ 2020 ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആൽബമായിരുന്നു വോയിസ് ഓഫ് വോയിസ്ലെസ്. ആ ആൽബം ഇറങ്ങിയത് റാപ്പർ വേടന്റെ പേരിലായിരുന്നു. അതിനുശേഷം വലിയ രീതിയിൽ യുവതലമുറ ആൾക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു റാപ്പർ കൂടിയായിരുന്നു വേടൻ. ഗാനരചയിതാവ്, അതോടൊപ്പം തന്നെ സംഗീതകാരനൊക്കെ തന്നെയായിരുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. നേരത്തെ മീറ്റു ആരോപണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനിടയിൽ തന്നെയാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. 7 ഗ്രാം കഞ്ചാവാണ്. അതായത് താരതമ്യേന ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന രീതിയിലായിരിക്കും ഇനി നടപടിക്രമങ്ങൾ ഉണ്ടാകുക. എന്തായാലും തൃപ്പൂണിത്തുറയിലെ ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയതിനെ തുടർന്നാണ് വേടനെ അതോടൊപ്പം തന്നെ 9 അംഗ സംഘത്തെയും പിടികൂടിയിട്ടുള്ളത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചില രഹസ്യ വിവരങ്ങൾ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. അതായത് വേടനും വേടന്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരം. ഇതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോസ്റ്റുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളും വേടൻ ഷെയർ ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് വേടന് 7 ഗ്രാം കഞ്ചാവും ഒപ്പം തന്നെ പിടികൂടിയിട്ടുള്ളത്. 9 അംഗ സംഘത്തെ, വേടനൊപ്പമുള്ള 9 അംഗ സംഘത്തെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. കിരൺദാസ് മുരളി എന്നാണ് വേടന്റെ യഥാർത്ഥ പേര്. ഈ പൊതുവായിട്ട് സമരോത്സുക സംഗീതമായിട്ടുള്ള റാപ്പർ ആ മേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും നിലവിൽ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ തന്നെ പരിശോധന തുടരുകയാണ്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരും മോഡലും എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ കെ സൗമ്യ എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. 1-ാം പ്രതി തസ്ലീമയുമായി ഇവർക്കുള്ള ബന്ധവും സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനുമാണ് 3 പേരെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയത്. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിച്ചു വരുന്നെന്ന് കൊച്ചി DCP അശ്വതി ജിജി. ലഹരി പരിശോധനാ ഫലം വരാൻ 3 മാസം വരെ താമസമുണ്ടാകും. നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ ഷൈനിനെ വീണ്ടും വിളിപ്പിക്കുമെന്നും DCP അശ്വതി ജിജി പറഞ്ഞു. ജനറലി അതൊരു 2-3 മാസമെങ്കിലും മിനിമം പിടിക്കാറുണ്ട്. അത് സ്പീഡാവാൻ കോർട്ടാണ് ഓർഡർ ചെയ്യുന്നത്, നമ്മളല്ല. ഇല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഫോണിൽ എന്തെങ്കിലും വേറെ റെക്കോർഡ്സ് കിട്ടിയാൽ അപ്പോൾ വിളിപ്പിക്കും. പിന്നെ ഇതിന്റെ റിസൾട്ട്സ് നോക്കി. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനത്തിൽ വിവാദം. ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തി എന്ന് വിമർശനം. SFIO കേസിൽ പ്രതിയായ മകൾ വീണയും കൊച്ചുമകനും മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തു. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് മുഖ്യമന്ത്രി കുടുംബസമേതം പങ്കെടുത്തത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താനെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി കുടുംബത്തെയും കൂടെ കൂട്ടിയത്. ഭാര്യ, മകൾ വീണ, കൊച്ചുമകൻ എന്നിവരെല്ലാം മുഖ്യമന്ത്രിക്കൊപ്പം വിഴിഞ്ഞത്തെത്തിയിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ തുറമുഖത്തിന്റെ നിർണായക നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം മുഖ്യമന്ത്രിയും കുടുംബവും നേരിൽ കാണുകയും ചെയ്തു. തുറമുഖത്തെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിക്കുന്ന യോഗത്തിലും ഭാര്യയും മകളും കൊച്ചുമകനും എല്ലാം പങ്കെടുത്തു. സന്ദർശനത്തിന്റെയും യോഗത്തിന്റെയും ചിത്രങ്ങൾ പ്രചരിച്ചതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനവും ഉയരുകയാണ്. PRD അടക്കമുള്ള സർക്കാർ പ്രചാരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ പ്രാധാന്യം നൽകിയാണ് സന്ദർശനം നടത്തിയത്. പ്രധാനമന്ത്രി കമ്മീഷനിങ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഔദ്യോഗിക വിലയിരുത്തൽ കൂടിയായിരുന്നു സന്ദർശനവും യോഗവും. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗത്തിൽ കുടുംബത്തിന് എന്ത് കാര്യമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിൽ SFIO പ്രതിയാക്കിയ മകൾ വീണ സംസ്ഥാന മുഖ്യമന്ത്രിക്കൊപ്പം യോഗത്തിൽ പങ്കെടുത്തതിലും വിമർശനം ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് ഇക്കുറി പഴുതടച്ച സുരക്ഷ. അട്ടിമറി വിരുദ്ധ സേനയെയും പ്രത്യേക പോലീസ് കമാൻഡോകളെയും രംഗത്തിറക്കിയുള്ള സുരക്ഷ. തൃശൂർ പൂരത്തിന് ഇതാദ്യം. പൂരത്തിന് മുന്നോടിയായി കേന്ദ്ര ഏജൻസികളും നിരീക്ഷണം ശക്തമാക്കി. പൂരങ്ങളുടെ പൂരമായ
തൃശൂർ പൂരത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. പൂരത്തിന് മുന്നോടിയായി തന്നെ നഗരത്തിൽ എല്ലായിടത്തും പോലീസിന്റെയും കേന്ദ്ര ഇന്റലിജൻസിന്റെയും ഒപ്പം സംസ്ഥാന ഇന്റലിജൻസിന്റെയും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി എസ് ദർബേഷ് സാഹിബ് നേരിട്ട് കഴിഞ്ഞ ദിവസം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് എത്തിയിരുന്നു. 2 പ്ലാറ്റൂൺ അർബൻ കമാൻഡോകൾ, 1 കമ്പനി ദുരന്ത നിവാരണ സേന, തണ്ടർ ബോൾട്ട് എന്നിവയെ അധിക സുരക്ഷയ്ക്കായി വിവിധ പ്രദേശങ്ങളിൽ വിന്യസിക്കും. കൊടിയേറ്റ ദിവസം മുതൽ നഗരത്തെ വിവിധ സെക്ടറുകളായി തിരിച്ച് സുരക്ഷാ വിഭാഗം പരിശോധന നടത്തും. നഗരത്തിൽ 8 ആശുപത്രികളിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകളും തയ്യാറാക്കുന്നുണ്ട്. 10 ഡ്രോണുകളും 1 ആന്റി ഡ്രോൺ സിസ്റ്റവും നിരീക്ഷണത്തിലുണ്ടാകും. പോലീസ് ഡ്രോൺ ഒഴികെയുള്ളവയ്ക്ക് അനുമതി ഉണ്ടാവില്ല. 350 CCTV ക്യാമറകൾ പൂരപ്പറമ്പിലും പരിസരത്തും നിരീക്ഷണ വലയമൊരുക്കും. 35 DYSPമാർ, 71 SHOമാർ, 80 SIമാർ, 280 ASIമാർ, 3400-ലേറെ CPOമാർ, 200 വനിതാ CPOമാർ എന്നിവർ പൂരവുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കാൻ രംഗത്തുണ്ടാകും. ജനം, തൃശൂർ. തെരുവുനായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സൽമാൻ ഫാരിസിന്റെ മകൾ സിയ ഫാരിസാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും കുട്ടിക്ക് പേവിഷബാധയുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 29-നായിരുന്നു കുട്ടിയെ തെരുവുനായ കടിച്ചത്. തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റു. കുട്ടി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിരോധ വാക്സിൻ എടുത്തെങ്കിലും കുട്ടിക്ക് ഇപ്പോഴും പേവിഷബാധയുണ്ട്. കഴിഞ്ഞ ദിവസം രക്തസാമ്പിൾ പരിശോധിച്ചപ്പോഴും പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. അന്ന് മറ്റ് 6 പേരെ കൂടി നായ കടിച്ചിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാർച്ച് 29-ന് ഒരു തെരുവുനായ 6 പേരെയാണ് കടിക്കപ്പെട്ടത്. അതിനുള്ള ചികിത്സയും സംബന്ധിച്ചും ആരോഗ്യവകുപ്പ് ശക്തമായി ഇടപെട്ട് അവർക്ക് വേണ്ട ചികിത്സകളൊക്കെ നൽകുകയുണ്ടായെങ്കിലും ഇതിൽപ്പെട്ട ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 5.5 വയസ്സായ ഒരു പെൺകുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. കുടുംബവും നാട്ടുകാരും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. കുട്ടിയുടെ തലക്കായിരുന്നു അന്ന് പരിക്കേറ്റിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് രക്തം പരിശോധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് പോസിറ്റീവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത് ഗുരുതരമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്നുള്ള രീതിയിലാണ് സംസാരം. കുട്ടി മിഠായി വാങ്ങാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴായിരുന്നു നായയുടെ ആക്രമണം. മെഡിക്കൽ കോളേജിൽ നിന്നും IDRB വാക്സിൻ നൽകിയിട്ടുണ്ടെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തെരുവുനായ ശല്യം രൂക്ഷമായ മേഖല കൂടിയാണ് പെരുവള്ളൂർ കാക്കത്തടം. വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം തടയാൻ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, മലപ്പുറം. PK ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് പാർട്ടി തീരുമാനമെന്ന് KK ശൈലജ. സമയവും സാഹചര്യവും നോക്കി ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം. പുതിയ ആളുകളെ ഉൾക്കൊള്ളിക്കാനാണ് പ്രായപരിധി നിശ്ചയിച്ചതെന്നും സെക്രട്ടേറിയറ്റ് അംഗം പ്രവർത്തിക്കുന്നത് പോലെ ടീച്ചർക്ക് പ്രവർത്തിക്കാനാവില്ലെന്നും KK ശൈലജ പറഞ്ഞു. ലൈഫ് മിഷൻ ഫണ്ട് വകമാറ്റിയ നടപടിയെ ന്യായീകരിച്ച് മന്ത്രി K രാജൻ. അത്യാവശ്യ ഘട്ടങ്ങളിൽ ട്രഷറിയിൽ നിന്ന് തുക മാറ്റുന്നത് സ്വാഭാവികമാണെന്നും ലൈഫ് മിഷൻ ഒരു കോട്ടവും സംഭവിക്കാൻ സർക്കാർ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. മാധ്യമ വാർത്തകളുടെ ഉറവിടം പലപ്പോഴും അത്ഭുതമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് കൂട്ടിച്ചേർത്തു. സാധാരണ നിലയിൽ ധനകാര്യ വകുപ്പ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ ആവശ്യമായ ഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങളെ മാറ്റി ചെലവഴിക്കാനും എടുക്കാനും അപ്രോപ്രിയേഷൻ നടത്താനുള്ള അധികാരമുണ്ട്. ലൈഫ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ്. ലൈഫിന് കോട്ടം തട്ടുന്ന ഒന്നും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യില്ല. അക്കാര്യത്തിൽ ഒരു പേടിയും കേരളത്തിൽ ആർക്കും വേണ്ട. അപ്പം ലൈഫിന് ഒരു കോട്ടവും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപ്രോപ്രിയേഷൻ എല്ലാ കാലത്തും ഫിനാൻസ് അതിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കും. ട്രഷറി അക്കൗണ്ടിൻ്റെ പ്രത്യേകത അതാണ്. ഏറ്റവും ആധികാരികമായ ആദ്യം വരുന്ന പ്രശ്നങ്ങൾക്ക് ചിലവഴിക്കും. ആ വിധത്തിൽ ഏതെങ്കിലും അപ്രോപ്രിയേഷൻ ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. അങ്ങനെ സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ചർച്ച ചെയ്യേണ്ടതോ ക്യാബിനറ്റ് ചർച്ച ചെയ്യേണ്ടതോ ആയിട്ടുള്ളൊരു പ്രശ്നമായി അത്തരമൊരു വകമാറ്റം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.
സില്ലി പൊളിറ്റിക്സിന്റെ വിദ്വാൻമാരാണ് കോൺഗ്രസ്. 65 കൊല്ലം ഭരണത്തിലിരുന്നിട്ടും ഒന്നും ചെയ്യാത്തവരാണ്. UPA ഭരണകാലത്ത് കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു. അവർ എന്താണ് ചെയ്തതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. പ്രായോഗിക കാഴ്ചപ്പാടോടുകൂടിയാണ് വികസിത കേരളം BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ തന്റെ വേഷത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുള്ള ഒരു പോളിറ്റിക്സാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് വികസിത കേരളം. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം. UPA സമയത്ത് 8 UPA മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സായിരുന്നു. ആ 10 കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതെല്ലാം വിട്ടിട്ട് മുണ്ടും എനിക്ക് മലയാളം അറിയില്ല, എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാ? അവരായിരിക്കും വിദ്വാൻ. കേരള രാഷ്ട്രീയത്തിന് 65 കൊല്ലം 70 കൊല്ലം ആരായിരുന്നു വിദ്വാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാണ്ട് നടക്കുന്ന ഓടുന്ന തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞോട്ടെ, ഞങ്ങൾ പറയുന്നത് ചെയ്യുന്ന പാർട്ടിയാണ്, പ്രവർത്തിക്കാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട്, വികസിത കേരളം, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് അതിന് ഡിബേറ്റ് ചെയ്യാൻ. ദേവികുളത്ത് CPI ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രവർത്തന റിപ്പോർട്ടില്ലാത്തതെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ശേഷി CPM-നും CPI-ക്കുമുണ്ട്. മറ്റ് ഭിന്നതകളില്ലെന്നും ബിനോയ് വിശ്വം പാലക്കാട് പറഞ്ഞു. CPI CPM അടക്കമുള്ള LDF ആണ് CPI രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ തത്വങ്ങളെയും CPI ഉയർത്തിപ്പിടിക്കും. പ്രാദേശികമായ ഭിന്നതകളെല്ലാം പരിഹരിക്കും. അതൊക്കെ തീർക്കാൻ ശ്രമിക്കും പാർട്ടി. ഭിന്നതകളുണ്ട്, എല്ലാം പരിഹരിക്കപ്പെടും. സർക്കാർ പിണറായി വിജയന്റെ അടുക്കളക്കാര്യമല്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം യോഗത്തിൽ മുഖ്യമന്ത്രി കുടുംബത്തെ പങ്കെടുപ്പിച്ചത് തെറ്റ്. അഴിമതി കേസിലെ പ്രതിയായ മകളെ എങ്ങനെയാണ് പങ്കെടുപ്പിച്ചതെന്ന് വ്യക്തമാക്കണം. KM എബ്രഹാമിനെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും വിജിലൻസിന്റെ ചുമതല മുഖ്യമന്ത്രി ഒഴിയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരിക്കുന്നത്. സർക്കാർ പിണറായി വിജയന്റെ അടുക്കളക്കാര്യമല്ല എന്നാണ് പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞത്. അതായത് വിഴിഞ്ഞം യോഗത്തിൽ മുഖ്യമന്ത്രി കുടുംബത്തെ പങ്കെടുപ്പിച്ചതിലുള്ള വിമർശനാത്മകമായ ഒരു മറുപടി ഇത് പൊതുജന ശ്രദ്ധയും നേടിക്കഴിഞ്ഞു. നമുക്ക് എങ്ങനെ വിലയിരുത്താം? വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവലോകന യോഗത്തിൽ ഭാര്യയെയും മകളെയും കൊച്ചുമകനെയും ഒപ്പം ഇരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേറ്റം അപലപനീയവും അപമാനകരവുമാണെന്നാണ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു നടപടി ഉണ്ടാകാൻ പാടുണ്ടായിരുന്നതല്ല. സംസ്ഥാന സർക്കാർ എന്നത് പിണറായി വിജയന്റെ അടുക്കളക്കാര്യമല്ല. ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയാണ് വീണ വിജയൻ. അത്തരം ഒരാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കാനാവുന്നത്? മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരുമല്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലുള്ള വിമർശനമാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. ഈ വിഴിഞ്ഞത്ത് നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളുടെ മകനും ഒക്കെ പങ്കെടുത്തതാണ് വലിയ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഒക്കെ കാരണമായിരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതിന് മുൻപുള്ള അവസാനവട്ട ഒരു സന്ദർശനവും അവലോകനവും ഒക്കെയാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വിഴിഞ്ഞത്ത് നടന്നത്. അപ്പോൾ അത്രയും ഗൗരവമുള്ളൊരു പരിപാടിയിൽ മുഖ്യമന്ത്രി അതൊരു വിനോദയാത്ര പരിപാടി പോലെ ആക്കി മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ SFIO അന്വേഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ട 3ഓളം അന്വേഷണ ഏജൻസികൾ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ കൂടി മുഖ്യമന്ത്രി സ്വന്തം നിലയിൽ അവിടെ കൊണ്ടുപോവുകയും വിഴിഞ്ഞം പോലെയുള്ള ഒരു അഭിമാനകരമായ പദ്ധതിയുടെ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വിമർശനത്തിന് വഴിവെക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വിമർശനം ഉയർത്തിയിരിക്കുന്നത്. രോഹിണി. ശരി, പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഓയൂരിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷ 3 മണിക്ക് വിധിക്കും. കരുനാഗപ്പള്ളി സ്വദേശിനി തുഷാര 2019 മാർച്ച് 21 മരിച്ചത്. ഭർത്താവ് ചന്തുലാൽ, ഭർത്തൃമാതാവ് ഗീത ലാലി എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതികൾ കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കിയ കൊലപാതകങ്ങളെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പറയുന്നത്.
2 ദിവസം നീണ്ടുനിന്ന കൂട്ടം 2025 കാർണിവലിന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സമാപനം. വോളണ്ടിയർ ഫോർ ഇന്ത്യയും തിരുവനന്തപുരം നഗരസഭയും സംയുക്തമായാണ് കാർണിവൽ സംഘടിപ്പിച്ചത്. സാധാരണക്കാർക്കിടയിൽ സാമൂഹ്യബോധം വളർത്തുകയെന്ന ലക്ഷ്യമാണ് കാർണിവൽ മുന്നോട്ട് വെച്ചത്. വിദ്യാഭ്യാസം, സുസ്ഥിരത എന്നിവയെ ആസ്പദമാക്കിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ, NGO സ്റ്റാൾ, വർക്ക്ഷോപ്പുകൾ, കലാപരിപാടികൾ, കുട്ടികൾക്കായി ഒരുക്കുന്ന കുട്ടിക്കൂട്ടം ലൈവ് പ്രകടനങ്ങൾ, നാട്ടുകാർ ഒരുക്കുന്ന പോപ്പപ്പ് മാർക്കറ്റുകൾ, കച്ചവടശാലകൾ, ഗെയിം ആൻഡ് ആക്ടിവിറ്റി സോൺ എന്നിവയെല്ലാം കൂട്ടം കാർണിവലിനെ ആകർഷകമാക്കി. യുവാക്കളെയും സാമൂഹ്യ പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരെയും ശാക്തീകരിച്ച് ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ സാമൂഹ്യബോധമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുകയാണ് കാർണിവലുകളുടെ വോളണ്ടിയർ ഫോർ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. നമ്മൾ കൂട്ടം ഒരു ലാർജർ ഈ ഒരു സോഷ്യൽ സെക്ടറിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് കൂടുതൽ ആൾക്കാരെ വോളണ്ടിയറിംഗിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ തന്നെ ലാർജായിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാനുമാണ് നമ്മൾ കൂട്ടം എന്നുള്ളൊരു കാർണിവൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പല സമയത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആൾക്കാർ വോളണ്ടിയറിംഗിലേക്ക് വരാതിരിക്കാനുള്ളൊരു റീസൺ അവർ ഇത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് ടൈം കമ്മിറ്റ്മെൻറ്റ് വേണ്ടുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടത്തില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് കുറേ ആൾക്കാർ വോളണ്ടിയറിംഗിൽ വരാതിരിക്കുന്നത്. അപ്പം ആ ഒരു ബാരിയർ അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂട്ടം എന്നുള്ളൊരു കാർണിവൽ ഫോർമാറ്റിൽ നമ്മളൊരു വോളണ്ടിയറിംഗ് കാർണിവൽ ഓർഗനൈസ് ചെയ്യുന്നത്. 2 ദിവസത്തെ കാർണിവലിൽ വിവിധ പ്രായക്കാരായ 8000-ലധികം ആളുകൾ എത്തിയിരുന്നു. തിരുവനന്തപുരത്ത് 2ാം തവണയാണ് വോളണ്ടിയർ ഫോർ ഇന്ത്യ കാർണിവൽ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്റ്റാളുകളും കലാപരിപാടികളും ഇത്തവണ ഒരുക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മുട്ടിക്കൊമ്പനെ ഭയന്ന വയനാടൻ കർഷക ജനത കഴിഞ്ഞ 3 വർഷമായി മുട്ടിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആനയെ പേടിച്ചാണ് ഒരു കൂട്ടം ആളുകൾ ജീവിക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ കർഷകരുടെ ജീവനും കാട്ടാന ഭീഷണിയാവുകയാണ്. നൂൽപ്പുഴയിലെ വള്ളുവാടി, കല്ലൂർകുന്ന, കരിപ്പൂര്, വടക്കനാട് മേഖലകളിലാണ് കർഷകരെ ഭീതിയിലാഴ്ത്തി മുട്ടിക്കൊമ്പൻ വിലസുന്നത്. കഴിഞ്ഞ 3 വർഷമായി മുട്ടിക്കൊമ്പൻ ഈ പ്രദേശങ്ങളിലെല്ലാം ചുറ്റിക്കറങ്ങുകയാണ്. മുട്ടിക്കൊമ്പൻ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശങ്ങളിൽ ഇറങ്ങിയ മുട്ടിക്കൊമ്പൻ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ഇറങ്ങിയിട്ടും തുരത്താൻ ആവശ്യമായ നടപടികൾ വനംവകുപ്പ് എടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കല്ലൂർകുന്ന വയൽ പ്രദേശത്ത് 3 ഇടങ്ങളിലൂടെയാണ് മുട്ടിക്കൊമ്പൻ ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുന്നത്. കല്ലൂർ മാറോട് രാജു എന്ന കർഷകനെ കൃഷിയിടത്തിൽ വെച്ച് ആക്രമിച്ചു കൊന്നതും ഇതേ മുട്ടിക്കൊമ്പനാണ്. ഇപ്പോൾ ട്രെഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെഞ്ച് ആന ഇടിച്ച് മൂടി നിരന്ന് കിടക്കുകയാണ്. ഏത് മൃഗത്തിനും നിഷ്പ്രയാസം ഫോറസ്റ്റിൽ നിന്ന് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ ഒരു തടസ്സമില്ലാത്ത രീതിയിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ്ങിൻ്റെ കമ്പി മുറിച്ചിട്ടാണ് ഇപ്പോൾ തൂക്ക് ഫെൻസിങ് എന്ന നിലയ്ക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ ഫെൻസിങ്ങും കാര്യക്ഷമമല്ല, ട്രെഞ്ചും കാര്യക്ഷമമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിനൊരു തുടർ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങിയാണ് ഇവിടുത്തെ നാട്ടുകാർ. വനാതിർത്തികളിലെ ഫെൻസിങ്ങും കിടങ്ങും കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാന കൃഷിയിടങ്ങളിലെത്താൻ കാരണം. ഇതിന് പരിഹാരം കാണണമെന്ന പലതവണ വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടിയില്ല. ഇനിയും പ്രതിരോധ മാർഗങ്ങൾ ശക്തിപ്പെടുത്താൻ വനംവകുപ്പ് തയ്യാറായില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, വയനാട്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കൂറ്റൻ പാറ റോഡിലേക്ക് അടർന്നു വീണു. താമരശ്ശേരി ചുരം 9ാം വളവിന് താഴെയാണ് സംഭവം. പ്രദേശത്ത് ഗതാഗത തടസ്സം രൂപപ്പെട്ടിട്ടുണ്ട്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം രാജിവെക്കണമെന്ന ആവശ്യം രാഷ്ട്രീയ പ്രേരിതമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രതിപക്ഷം പറയുന്നത് സാധാരണ ചടങ്ങാണ്, അത് രാഷ്ട്രീയം, നിയമപരമായ കാര്യങ്ങൾ ആണ് തങ്ങൾ നോക്കുന്നത് എന്ന് KN ബാലഗോപാൽ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രതിപക്ഷം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ അവർ പറയുന്നതാണല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. നിയമപരമായ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലാതെ ഇങ്ങനെ പ്രതിപക്ഷം അക്കാര്യം പറയുക എന്നുള്ളത് പ്രതിപക്ഷം ഇങ്ങനെ സാധാരണഗതിയിൽ തന്നെ ഒരു ചടങ്ങ് പോലെ എല്ലാവരും പറയുന്നതാണ്. പക്ഷേ ഇത് നിയമപരമായ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അതനുസരിച്ചുള്ള സമീപനങ്ങൾ എടുക്കും എന്നുള്ളതും
മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങളും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം. പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം പറയുന്നുള്ള കാര്യത്തിൽ. പിന്നെ ഈ കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യം പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും അതിനകത്ത് പുതിയൊരു കാര്യം വന്നിട്ടില്ല. തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അക്ഷയ തൃതീയ നാളിൽ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11-ന് കുറുപ്പും റോഡിലെ മണ്ണാടിയാർ ലൈനിൽ മാർ ടവർ ബിൽഡിംഗിലെ വിശാലമായ ഷോറൂം നടി ശോഭനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 5000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഡയമണ്ട് ഷോറൂമാണ് ആഭരണ പ്രേമികൾക്കായി സമർപ്പിക്കുന്നത്. സ്വർണ്ണവിലയുടെ ആശങ്കകൾ ഉയരുന്ന കാലത്ത് പണിക്കൂലിയുടെ ഭാരമില്ലാതെ ഉപഭോക്താക്കൾക്കൊപ്പം നിൽക്കുകയാണ് സ്വർണ്ണമുഖിയെന്ന് മാനേജിംഗ് ഡയറക്ടർ KP മനോജ് കുമാർ പറഞ്ഞു. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ, പരമ്പരാഗത കേരളീയ ശൈലിയും പാശ്ചാത്യ ഡിസൈനുകളും ഒരു ഫ്ലോറിൽ ലഭ്യമാകും. ഏത് ജ്വല്ലറിയിൽ നിന്നു വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റിയെടുക്കാം. അക്ഷയ തൃതീയ നാളിലെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ് കാത്തിരിക്കുന്നത്. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭിക്കും. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട്. ആഭരണ പ്രേമികൾക്ക് പുത്തൻ അനുഭവമാകും സ്വർണ്ണമുഖി സമ്മാനിക്കുക. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ആദ്യ സിനിമയുടെ പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചും നടക്കും. സംവിധായകൻ AG വർഗീസും താരങ്ങളും അണിയറ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. ഉദ്ഘാടന പരിപാടിയിൽ സിനിമാ താരങ്ങളായ മോക്ഷ, അനുസിത്താര, ടിനി ടോം, അനുമോൾ, സാജു നവോദയ, സരയു, കൊല്ലം തുളസി, മഞ്ജു പിള്ള, ഷൈൻ ടോം ചാക്കോ, ഗിന്നസ് പക്രു തുടങ്ങിയ ഒട്ടനവധി താരങ്ങളും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, കൗൺസിലർമാർ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും. ജനം, തൃശൂർ. പാകിസ്ഥാന് പരസ്യമായി പിന്തുണ അറിയിച്ച ചൈന. പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഫോണിൽ ചർച്ചകൾ നടത്തി. സ്ഥിതിഗതികൾ ചൈന നിരീക്ഷിക്കുകയാണെന്നും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതായും ചൈന അറിയിച്ചു. മികച്ച സുഹൃത്തായ പാകിസ്ഥാന്റെ സാഹചര്യം മനസ്സിലാക്കി പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുമെന്നാണ് ചൈനയുടെ നിലപാട്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷാഖ് ദാറുമായി ടെലഫോണിൽ സംസാരിച്ചു. പഹൽഗാം വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന പാകിസ്ഥാന്റെ ആവശ്യത്തെ അംഗീകരിക്കുന്നതായി ചൈന വ്യക്തമാക്കി. ചൈന സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളുടെ ഇടപെടൽ പഹൽഗാം വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുകയോ മറ്റ് വിവരങ്ങൾ നൽകുകയോ ഉൾപ്പെടെയുള്ള സഹകരണത്തിന് ചൈന ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഭാരതത്തിന്റെ അതിർത്തിക്കുള്ളിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടുന്ന പാകിസ്ഥാന്റെ യുക്തിരാഹിത്യത്തെ ചൈന എതിർക്കുന്നില്ല എന്നതാണ് ഏറെ ഗൗരവമേറിയ വിഷയം. UN സുരക്ഷാ കൗൺസിലിൽ പെഹൽഗാം ആക്രമണത്തിനെതിരായ പ്രമേയത്തെ ലഘൂകരിക്കാൻ ചൈന പാകിസ്ഥാനെ പിന്തുണ നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയുടെ പുതിയ നീക്കം. നയതന്ത്ര തലത്തിൽ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയതോടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് ഭാരതമെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് വ്യക്തമാകുകയും ചെയ്തു. അതേസമയം ഭാരതവുമായുള്ള അതിർത്തി വിഷയത്തിലും മറ്റു വാണിജ്യ ഇടപെടലുകളിലും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച ചൈന പാകിസ്ഥാന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം അടുത്ത ബുള്ളറ്റിൻ കാണാം. നമസ്തേ.